ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നും ഒരുപാട് വെറൈറ്റി ഗൗണുകൾ വന്നിട്ടുണ്ട്. അതുപോലെ കഫ്താൻ മോഡൽ ഗൗൺ വന്നിട്ടുണ്ട്. പിന്നെ ടോപ്പുകൾ വന്നിട്ടുണ്ട്. ഹാഫ് സ്ലീവ് ടോപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇടയ്ക്ക് ഇപ്പം വരുന്നുണ്ട്. ആ ഹാഫ് സ്ലീവ് ടോപ്പുകൾ ചെറിയ കുഞ്ഞു പ്രിൻറ്റിൽ വിലയും കുറവാണ്. അതുപോലെ അടിപൊളി വെറൈറ്റി പാർട്ടി വെയറിനൊക്കെ പറ്റിയ ഗൗണും ചുരിദാറ്, ഒരുപാട് ഡ്രസ്സ് പാർട്ടി വെയറിൻ്റെ തന്നെ വരുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കും വാട്സപ്പിൽ, യൂട്യൂബ് ചാനലിൽ ഇത് നമ്പർ കണ്ടിട്ട് ഒന്ന് കുറച്ച് പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഒന്ന് ഇട്ട് തരുമെന്ന്. അങ്ങനെ വന്ന് ചോദിക്കേണ്ട കേട്ടോ. എന്താണെന്ന് അറിയാം, അങ്ങനെ ഇട്ടെന്നിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ തിരഞ്ഞു പോയി ഇട്ടിട്ട് അതിലിപ്പോൾ ഏതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിക്കണമെന്നൊന്നും നമുക്ക് അറിയില്ല. പിന്നെ വെറുതെ ഇട്ടെന്നിട്ട് എന്താ കാര്യം? പിന്നെ നമ്മൾ മെനക്കേട്ട് പോയി ഗ്രൂപ്പിലൊക്കെ പോയി എല്ലാം തപ്പിയെടുത്ത് വിട്ട് തന്നിട്ട് ഓരോരുത്തരുടെ മൈൻഡല്ലേ, ഓരോരുത്തർക്ക് ഓരോ മാതിരിയല്ലേ ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്മളതിങ്ങനെ പോയി എടുത്തന്ന് നിങ്ങൾക്ക് ഇട്ടെന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അധികം ആൾക്കാർക്ക് അത് ഇഷ്ടമാവില്ല. ചിലർക്ക് ഓരോരുത്തരുടെ ഇതല്ലേ, ചോയ്സ് അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ വന്ന് ചോദിക്കേണ്ട. കാരണം അങ്ങനെ ഇട്ട് തന്നിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ ഏതൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോയിണെന്ന് നമുക്കും പറയാൻ പറ്റില്ല. പിന്നെ വെറുതെ നമ്മൾ ഇട്ടെന്നിട്ട് എന്താ കാര്യം? അപ്പോൾ അങ്ങനെ വന്ന് ചോദിക്കേണ്ട. പാർട്ടി വെയർ ഇഷ്ടമാതിരി വരാറുണ്ട് കേട്ടോ. അതുപോലെ ഡെയിലി യൂസിൻ്റെത് വരാറുണ്ട്, എല്ലാം വരാറുണ്ട് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾ വന്നിട്ട് വാട്സപ്പിൽ ഒന്നെങ്കിലും നമ്പർ സേവ് ചെയ്ത് വയ്ക്കാൻ പറയാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ആവാം. അപ്പോൾ നിങ്ങൾക്ക് അന്നന്ന് ഇടുന്ന പുതിയ മോഡൽ ഏതൊക്കെയാണ് വരുന്നത് വെച്ചാൽ അന്നേരം നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് അഡ്രസ്സ് ഒന്നൊന്ന് ബുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷനോ കാര്യമുള്ളവരാണെങ്കിൽ 2 ദിവസം 3 ദിവസം ഒരാഴ്ചൻ്റെ ഉള്ളിലൊന്നും വരരുത് കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന കേരളത്തിൻ്റെ ഔട്ട് ഓഫ് കേരള ഉള്ള സാധനമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് മാക്സിമം 12 ദിവസമൊക്കെ എടുക്കും കിട്ടാൻ. അപ്പോൾ നിങ്ങൾ തൽക്കാല സമയം വന്നിട്ട് അത് വേണമെന്ന് പറഞ്ഞാൽ കിട്ടൂല. കാരണം അപ്പോഴേക്ക് നിങ്ങളെ കല്യാണം എല്ലാ പാർട്ടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുന്നേ വന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുക ആവശ്യമുള്ളത്. മനസ്സിലായില്ലേ? തൽക്കാല സമയം വന്ന് ചോദിച്ചെടുക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ആ പറയുന്നത്. എന്തെങ്കിലും ഒരു പരിപാടി ഇതൊന്നും നമ്മൾ മുൻകൂട്ടി അറിയില്ലല്ലോ. ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി അറിയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണെങ്കിലും മുൻകൂട്ടി നിങ്ങൾ വന്നെടുക്കുക. മനസ്സിലായില്ലേ? അല്ലാതെ പിന്നീട് കിട്ടിയില്ലെങ്കിൽ വലിയൊരു വിഷയമല്ലേ, വലിയൊരു ഖേദമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തൽക്കാല സമയം ആരും വെറുതെ ചോദിച്ചിട്ട് ഇത്രേ പറയാനുള്ളൂ. മനസ്സിലല്ലേ? അപ്പോൾ ഓരോ ഫോട്ടോസും നോക്കുക. ഡ്രസ്സിൻ്റെ അടിപൊളി കളക്ഷനാണ്, ഒരുപാടുണ്ട് ഇടാൻ. സത്യം പറയുകയാണെങ്കിൽ എത്രയെന്ന് വെച്ചിട്ടാണ് യൂട്യൂബിൽ നമ്മളിടുക. അതുകൊണ്ട് ഒരു പരിമിതി അല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ഓരോ ഫോട്ടോസും വെറൈറ്റിയാണ് ഇടുന്നത്. അല്ലാതെ ഒന്നെ ഏതൊക്കെ കളറുണ്ട് അതൊന്നും ഞാൻ അങ്ങനെ ഇടുന്നില്ല. കാരണം അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു വിധമൊന്നും പിന്നെ ഇടാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് 1 or 2 കളർ ഇട്ടിട്ട് ഞാൻ പിന്നെ വേറെ മോഡൽ കാണിക്കുന്നത്, ഡിസൈനും. ഓക്കെ. അപ്പോൾ എല്ലാവരും വരിക വാട്സപ്പിൽ. പിന്നെ ചില ഡ്രസ്സിനൊക്കെ 50 രൂപ ലെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് ആവുന്ന വിധത്തിലൊക്കെ ലെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലതിനൊന്നും ലെസ് തരുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ടല്ല എനിക്ക് ലെസ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലതിനൊക്കെ ഞാൻ പാർട്ടി വെയറിനൊക്കെ അധികം ലെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, 50 രൂപ. പിന്നെ ഗൗണ് അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ചിലതിനൊക്കെ അധികം ഞാൻ ലെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് വരിക. വാട്സപ്പിൽ വോയിസ് വിടണം, പേരും പറഞ്ഞ് വരിക. എന്നാൽ ഞാൻ നമ്പർ സേവ് ചെയ്തേക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പുതിയ മോഡലൊക്കെ വരുന്നത് സ്റ്റാറ്റസിൽ കാണാം. പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതൊക്കെ നിങ്ങളിഷ്ടം. ഓക്കെ. അപ്പോൾ എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.